നമസ്കാരം. നമ്മുടെ വിദ്യാലയങ്ങളിലെ നമ്മുടെ വിദ്യാർത്ഥികൾ അവരറിയാതെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് വ്യാപകമായിക്കൊണ്ട് ലഹരി വ്യാപനം നടക്കുമ്പോൾ അതിൽ നിന്ന് കുട്ടികളുടെ ശ്രദ്ധ തിരിക്കാനും അവർക്ക് കൂടുതൽ കായിക വിനോദം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സുംബ ഡാൻസ് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ആരെയും നിർബന്ധിക്കുന്നില്ല, ആവശ്യമുള്ളവർ കളിച്ചാൽ മതി. പക്ഷേ ചില സംഘടനകൾ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. ചിലർ പറയുന്നത് അല്പവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഡാൻസ്. എന്തൊരു വിവരക്കേടാണ് ഈ പറയുന്നത്. എവിടെയാണ് അല്പവസ്ത്രം? മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് കുട്ടികളൊക്കെ തന്നെ ഈ ഡാൻസ് അല്ലെങ്കിൽ ഈ വ്യായാമ മുറയാണ് 2001 ബീറ്റ പരേസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ അമേരിക്കക്കാരൻ കണ്ടുപിടിച്ച. ഇന്ന് 2 ലക്ഷം കേന്ദ്രങ്ങളിലായി ഏതാണ്ട് 1.5 കോടിയിലധികം ആളുകൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കായിക അഭ്യാസമാണ് സുംബ. ഈ സുംബ ഡാൻസിനെ കുറിച്ചാണ് പറയുന്നത്. അല്പവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള വിവരക്കേട് അതങ്ങ് തള്ളിക്കളയാം. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പറയുന്ന ആളുകൾ ഇവിടെ ഈ സമ്പന്നരായ മുസ്ലിം വിവാഹങ്ങളിൽ നടക്കുന്ന ഡാൻസുകൾ കാണുന്നില്ലേ? എല്ലാ സ്ഥലത്തും സമ്പന്നരുടെ വിവാഹത്തിന് നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ഡാൻസും പാട്ടുകളും ഗാനമേളകളും എല്ലാം മുറക്ക് നടക്കുന്നുണ്ട്. അതേക്കുറിച്ച് എന്താ മിണ്ടാതിരിക്കുന്നത്? അത്തരം നിക്കാഹുകൾക്ക് എല്ലാ മതപണ്ഡിതന്മാരും നേതൃത്വം കൊടുക്കുന്നുണ്ടല്ലോ. അവരോടൊന്നും പറയാൻ സാധിക്കില്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പാവപ്പെട്ടവൻ്റെ ഒരു നിക്കാഹ് പള്ളികളിൽ നടന്നാൽ ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ബഹളം ഉണ്ടാക്കുന്നവർ സമ്പന്നന്മാർക്ക് എന്ത് കാട്ടിയാലും അതേക്കുറിച്ച് ഒന്നും മിണ്ടാതെ അവൻ്റെ പണവും സംഭാവനയും മാത്രം മതി എന്ന് വിചാരിക്കുമ്പോൾ അതേക്കുറിച്ച് സമൂഹം പ്രതികരിക്കില്ലേ? ഇത് ശരിയാണോ? എന്നിട്ട് നമ്മുടെ വിദ്യാലയങ്ങളിൽ കുട്ടികൾ ഇന്ന് ലഹരിക്ക് അടിമപ്പെടുമ്പോൾ അവരെ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങളിലേക്കും കുട്ടികളെ കൂടുതൽ ആരോഗ്യവാന്മാരാക്കി മാറ്റുക, ഒരു കൂട്ടായ്മ രൂപപ്പെടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സുംബ ഡാൻസ് വരുമ്പോൾ അത് മതത്തിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യുന്ന ആളുകൾ ആദ്യം സ്വയം നന്നാവണം. ഇതേക്കുറിച്ച് പ്രതികരിക്കുന്ന ആളുകൾ 100% മതചിട്ട അനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് സ്വയം ചോദിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കണം. ആളുകൾ ഇഷ്ടമുള്ളവർ കളിക്കട്ടെ, ഇല്ലാത്തവർ കളിക്കേണ്ട. നിങ്ങളത് നിർത്തണമെന്ന് പറയാൻ നിങ്ങൾ ആരാണ്? പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധ ജനങ്ങൾ പഠിക്കുന്ന, വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇഷ്ടമുള്ളവർക്ക് പങ്കെടുക്കാവുന്ന ഒരു പരിപാടി നിർത്തണമെന്ന് പറയാൻ, കണിശമായി പറയാൻ നിങ്ങൾ ആരാ? സാധിക്കുമോ? തെറ്റായ വഴിക്ക് പോകുമ്പോൾ രക്ഷിതാവ് നിയന്ത്രിക്കട്ടെ. അതിനാണ് ഗവൺമെൻറ് കൂടെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ കായിക വിനോദത്തിലേക്ക് കുട്ടികളെ തിരിച്ചുവിടുന്നത്. അപ്പോൾ സുംബ ഡാൻസ് കളിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ സ്വയം തോന്നുകയാണ്, ഞാനൊരു പോരാട്ടത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാൻ ഈ കളി കളിക്കുന്നത്, ഞാൻ ലഹരിക്കെതിരെ. അപ്പോൾ കുട്ടി കൂട്ടായ്മയോടുകൂടി ഈ സുംബ ഡാൻസ് കളിക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വരികയാണ്, ഞാൻ ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനം കൂടിയാണ് നടത്തുന്നത്. സ്വാഭാവികമായും കുട്ടി സ്വയം അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ മാറി നിൽക്കാൻ ഇത് ഉപകാരപ്പെടുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ആവശ്യമില്ലാത്തയിടത്ത് കയറി ചൊറിയരുത്. വിട്ടേക്ക്. ഓരോരുത്തരുടെ പാട്ടിന് വിട്ടേക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.